ഹലോ ഗൈസ്, നമ്മൾക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് വൈറലായ ഗാർലിക് മാഗി റെസിപ്പി ഉണ്ടാക്കിയാലോ? ഈസിയാണ്. നമ്മൾക്കിപ്പോൾ ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാം. സോ നമുക്ക് അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളി എടുക്കാം. എന്നിട്ട് അതിനെ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ചിലർക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. പിന്നീട് ഒരു ബോൾ എടുക്കാം. അതിൽ നമ്മൾക്ക് വെളുത്തുള്ളി മുറിച്ച് അത് ഇട്ട് കൊടുക്കാം. പിന്നെ മാഗിയുടെ മസാല അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ജസ്റ്റ് കളറിന് അത് വേണമെങ്കിൽ ചേർത്താൽ മതി, എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ സോയ സോസ് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അതൊന്ന് മിക്സ് ചെയ്യാനാ. വെള്ളം അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. അത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സോയ സോസ് എല്ലാം ഇടയിൽ കിടക്കണം. സോ ജസ്റ്റ് ഫുള്ള് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് മാഗിൻ്റെ നൂഡിൽസ് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു 2 എണ്ണം എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നീട് ഇത് തിളച്ച് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 90% കുക്കായാൽ മതി. ആ 90 to 80% ആ ഒരു ടൈപ്പിൽ നമുക്ക് കുക്കായി കിട്ടും. ഓവർ കുക്കായി പറഞ്ഞാൽ പിന്നെ ഫുള്ള് ഉടഞ്ഞു പോകും. പിന്നെ അത് ഓവർ ഇതായിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 80 to 90% നമുക്കിത് എടുക്കാം. ജസ്റ്റ് സ്റ്റെയിനർ വെച്ച് സ്റ്റെയിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. പിന്നീട് പാൻ വയ്ക്കുക. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നീട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ച മിക്സ് നമുക്ക് ഇതിലോട്ട് ഇടാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിടിക്കുകയായിരിക്കും. സോ ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അത്ര ഇട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ച മാഗി ഒഴിച്ച് വെച്ച് അതെടുത്ത് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഈവനായിട്ട് എല്ലാവരുടെയും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ മസാല എല്ലാവരുടെയും പിടിക്കണം. സോ ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് നല്ലോണം ഉടഞ്ഞങ്ങ് പോയി കിട്ടും. സോ ജസ്റ്റ് ലോ ഫ്ലെയിം ടു വെച്ചിട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. സോ എല്ലാം ഒന്ന് ബോയിൽ ചെയ്യണ വരും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് ചീസ് ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അടച്ച് വെച്ച് 1 മിനിറ്റ് ഇതാക്കുമ്പോഴേക്കും അതെല്ലാം ബേക്കായി നല്ല ഇതായിട്ടുണ്ടാകും. അതിലൊരു ടെസ്റ്റ് ആൻഡ് സ്മെല്ലും വരുന്നുണ്ടാകും ഈ സമയത്ത്. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് tasty garlic Maggi recipe is ready. So for more videos, just share and subscribe. Bye.